മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണ ആകെ ഭയപ്പെട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അമ്മയെ കെട്ടിപ്പിടിച്ചൊക്കെയാണ് ഉറങ്ങുന്നത്. പക്ഷേ കരുണയ്ക്ക് ഉറക്കം വരുന്നില്ല. കരുണ ആകെ പേടിച്ച് രാത്രി അവിടെ ഇവിടെയെല്ലാം ഓരോ തട്ടുമുട്ടൊക്കെ കേട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, മോൾ എന്താണ് എഴുന്നേറ്റിരിക്കുന്നത്? കിടന്നുറങ്ങും മോളെ, അമ്മയല്ലേ കൂടെയുള്ളത്, എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ ഇങ്ങനെ പേടിക്കാൻ പാടില്ല മോളെ എന്ന് മോഹിനി പറയുന്നുണ്ട്. അന്നേരം കരുണ പറയുന്നുണ്ട്, കുഞ്ഞേട്ടനെ ഇപ്പോൾ ഒരു പ്രേതത്തിനെ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുതലേ എനിക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല അമ്മയെന്ന് പറയുകയാണ്. നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ ഒരു ഭയവും വേണ്ട മോളെ. നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ ഭയക്കേണ്ട കാര്യമുള്ളൂ എന്നൊക്കെ മോഹിനി പറയുന്നുണ്ട് കരുണയോട്. അപ്പോൾ കരുണ പറയുന്നു, മരിച്ചു പോയവരെല്ലാം പിന്നെ ഇങ്ങനെ ആത്മാക്കളായിട്ട് നടക്കുമെന്ന് പറയുന്നത് ശരിയാണോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മോഹിനി പറയുന്നുണ്ട്, അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല മോളെ, അങ്ങനെയൊക്കെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനങ്ങനെ ആരെയും കണ്ടിട്ടൊന്നുമില്ല, അതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്ന് മോഹിനി പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ലക്ഷ്മി പണ്ട് അവളുടെ അച്ഛൻ മരിച്ച സമയത്ത് ഒരുപാട് തവണ അവളുടെ അച്ഛനെ കണ്ട് കരഞ്ഞതായിട്ട് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, രാത്രി ഇടയ്ക്കിടയ്ക്ക് മോൾ അച്ഛനെ കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടി ഉണരാറുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അതൊക്കെ സ്വപ്നത്തിലല്ലേ മോളെ എന്നും ലക്ഷ്മി മോൾ പണ്ട് മുതലേ അമ്പലവും പൂജാമുറിയുമായിട്ടൊക്കെ നടക്കുന്ന കൂട്ടത്തിലാണെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി മോളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഒരു കഴിവുണ്ടെന്നും അതുകൊണ്ടാണ് മോളോട് ഞാൻ പറയുന്നത്, ലക്ഷ്മി മോൾ മടങ്ങി വന്നു കഴിയുമ്പോൾ അവളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയൊക്കെ ചെയ്യണമെന്ന് ഞാൻ മോളോട് പറയുന്നതെന്ന് മോഹിനി പറയുന്നുണ്ട്. പക്ഷേ കരുണയ്ക്ക് ഇതിനൊന്നും ഒരു മറുപടി കൊടുക്കാനാവുന്നില്ല. കരുണ അങ്ങനെ വീണ്ടും ചേർന്ന് മോഹിനിയോടടുത്ത് കിടക്കുകയാണ്. പിന്നെ മഹാലക്ഷ്മി പ്രേതത്തിൻ്റെ രൂപത്തിലോട്ടൊക്കെ ഒരുങ്ങി വരുന്നുണ്ട്. അത് കാണുമ്പോൾ കണ്ണൻ ചിരിക്കുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നു, എന്തിനാണ് ചിരിക്കുന്നതെന്ന്. അല്ല, ഇത്തരം വേഷം കെട്ടലൊന്നും തനിക്ക് വശമില്ലല്ലോ, പക്ഷേ ഇപ്പോൾ താൻ എന്തൊരാവേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ ഇത്ര ആവേശം കൊള്ളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഭവത്തോടുകൂടി മഹാലക്ഷ്മി ഇരിക്കുന്നുണ്ട്. അന്നേരം പറയുമ്പോൾ കരുണയെ മാത്രം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവൾ എൻ്റെ അനിയത്തിയല്ലേ, അതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ഇത് അർഹതപ്പെട്ടവരാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അനിയത്തി എന്നുള്ളൊരു സിമ്പതി അവളോട് തനിക്ക് വേണ്ട. കേക്ക് മുറിച്ചപ്പോൾ എന്നുള്ള ആവേശം ഞാൻ കണ്ടതായിരുന്നു, താൻ മരിച്ചതിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ അവരുടെ അടുത്തോട്ടൊക്കെ ഒരു മുഖംമൂടിയിട്ട് പേടിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോൾ മഹാലക്ഷ്മിയും കണ്ണനും ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, പേടിക്കണ്ട, അത് മാർക്കോ ആണ്, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അകത്തോട്ട് കയറി വരുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനിപ്പോൾ പേടിച്ചു പോയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ പറയുന്നു, നമുക്ക് രണ്ടുപേർക്കും പോകാൻ സമയമായിട്ടുണ്ട്, എല്ലാം റെഡിയായോ എന്നും മഹാലക്ഷ്മിയോട് ചോദിക്കുന്നു. മഹാലക്ഷ്മി പറയുന്നു, ഞാൻ എപ്പോഴേ റെഡിയായിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അടുത്ത പരിപാടിയിലോട്ട് കടക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ അടുത്തോട്ട് അവർ ചെല്ലുന്നുണ്ട്. അങ്ങനെ തട്ടും മുട്ടുമൊക്കെ കേട്ടുകൊണ്ട് പ്രതാപൻ ചാടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് അമ്മയെ വിളിച്ചുണർത്തുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, നിനക്കിതെല്ലാം തോന്നുക, നമ്മുടെ കയ്യിലോരോ രക്ഷയെല്ലാം കെട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൾ പുറത്തു നിന്ന് കറങ്ങുള്ളൂ, അകത്തോട്ട് കയറില്ല, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രതാപൻ ആകെ പേടിക്കുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ എനിക്കൊരു സമാധാനമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനലിൻ്റെ ചില്ലിൽ കൂടെ രണ്ട് കൈ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് പ്രതാപൻ കാണുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ പെട്ടെന്ന് അലറി വിളിച്ച് അമ്മയെ കാണിക്കാൻ പോകുമ്പോൾ ആ കൈ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. അത് കണ്ട് പ്രതാപൻ ഞെട്ടുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതത്തിനെ മുത്തശ്ശിയും പ്രതാപനും കണ്ട് ഭയക്കുന്നുണ്ട്. ഇനി ഇതിനൊരു ക്ലൈമാക്സ് എന്നോളം മഹാലക്ഷ്മിയും കണ്ണനും കൂടെ കമലേശ്വരം വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇവരെ രണ്ടുപേരെയും കണ്ട് അമ്പരന്ന് നിൽക്കുന്ന സീനാണ് ഇനി നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.